കണ്ണൂരിൽ 4 ഇടങ്ങളിൽ LDFന് എതിരില്ല. ആദൂർ നഗരസഭയിൽ 2 വാർഡുകളിലും മലപ്പട്ടം പഞ്ചായത്തിലെ 2 വാർഡുകളിലുമാണ് LDFന് എതിരില്ലാത്തത്. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ആന്തൂർ മലപ്പട്ടം നഗരസഭയിലും പഞ്ചായത്തിലും LDF എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ. ഷമ്മി, കണ്ണൂരിലെ CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് മലപ്പട്ടവും അതോടൊപ്പം തന്നെ ആന്തൂരും. ഇവിടെ 2 സ്ഥലങ്ങളിൽ ഇപ്പോൾ ആന്തൂർ നഗരസഭയിലെ 2 വാർഡുകളിലും മലപ്പട്ടം പഞ്ചായത്തിലെ 2 വാർഡുകളിലും ഈ നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി കഴിയുമ്പോൾ LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ IV ഒതേനനാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി CK ശ്രേയയും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ മലപ്പട്ടം അടുവാപ്പുറം എന്ന് പറയുന്ന പ്രദേശം കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ എത്തി വലിയ സംഘർഷമുണ്ടാക്കിയ പ്രദേശമാണ് ഈ മലപ്പട്ടം എന്ന് പറയുന്ന പ്രദേശം. അവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാം എന്നുള്ള ഭീഷണിയും വെല്ലുവിളിയും എല്ലാം തന്നെയും മുഴക്കിയിട്ടാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പോയത്. പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നോമിനേഷന്റെ ദിവസം കഴിയുമ്പോൾ സ്ഥാനാർത്ഥിയെ പോലും കോൺഗ്രസിനെതിരെ കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ആന്തൂർ നഗരസഭ, അവിടെയും ഇത്തവണ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർത്തും എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ വെല്ലുവിളി. എന്നാൽ ആന്തൂർ നഗരസഭയിലെ 2-ാം വാർഡായ മൊറാഴയിൽ LDF സ്ഥാനാർത്ഥി രജിത K എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ആന്തൂർ നഗരസഭയിലെ 19-ാം വാർഡായ പൊടിപ്പുണ്ടിൽ LDF സ്ഥാനാർത്ഥി K പ്രേമരാജൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ സ്ഥലങ്ങളിൽ, അതായത് ആന്തൂരിലും അതോടൊപ്പം തന്നെ മലപ്പട്ടത്തുമെല്ലാം എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നുള്ളതായിരുന്നു കോൺഗ്രസ് വലിയ വെല്ലുവിളിയായി പറഞ്ഞത്, അതോടൊപ്പം തന്നെ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞത്. പക്ഷേ ഈ സ്ഥലങ്ങളിൽ 4 വാർഡുകളിൽ മത്സരിക്കാൻ പോലും കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ കിട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന്റെ നോമിനേഷന്റെ സമയം പൂർത്തിയാകുമ്പോൾ വ്യക്തമായത്.